ഹായ് എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെ അപ്പൂസ് സ്കൂളിലേക്ക് പോവാ ഇങ്ങനെ ഒരുങ്ങി നിൽക്കാണ് കേട്ടോ. ഇങ്ങോട്ടൊന്ന് വന്നേ. അപ്പൂസിന്റെ യൂണിഫോം ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ. അപ്പൊ അപ്പൂസിനെ അറിയുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെ നാട്ടില്. അപ്പൊ അപ്പൂസ് ഏത് സ്കൂളാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ചാരങ്കാവ് സ്കൂളിലാണ് കേട്ടോ. പിന്നെ അപ്പൊ ഇവിടെ നല്ല മഴയാണ് രാവിലെ തന്നെ അല്ലേ, നല്ല മഴ. നമ്മളെ പിന്നെ പണിക്കാരുണ്ടെന്ന് പിന്നെ നമ്മളെ വാർത്തിട്ടതൊക്കെ നനയാനും തേപ്പൊക്കെ നനയാനും ഒക്കെ ഒരു മഴ. ഞങ്ങളിപ്പോ നനയ്ക്കേണ്ടി വരുമോന്ന് വിചാരിച്ചു നിൽക്കുന്നു. മഴ പെയ്തു നനയ്ക്കണ്ട. അതെ, അപ്പൊ സന്തോഷ് വെട്ടാൻ പോയതാണ്. ഇപ്പൊ വരും കേട്ടോ, കുറച്ച് മരമുള്ളൂ. നേരത്തെ പോയിട്ടുണ്ട്. അപ്പൊ നേരത്തെ വരും. പിന്നെ ഇന്ന് കൊറേ സ്ഥലം പോകാനുണ്ട്, പണിയുണ്ട്. ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമാണ് കേട്ടോ. മരുന്നിന് പോകണം, പിന്നെ വേറെ മഞ്ചേരി പോകണം. അതെ, അങ്ങനെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ നടക്ക ഒന്നും അറിയില്ല. അതൊക്കെ പോവാ. അപ്പൂസ് പോവാ അങ്ങനെ ധൃതിയായി നിൽക്കുകയാണ്. 8 മണിയായിട്ടോ. അപ്പൊ ഓനല്ലാന്ന് വെള്ളിയാഴ്ച കൊണ്ട് 8:15 ബസ് വരും. അപ്പൊ ബസ് കയറാൻ കുറച്ചങ്ങോട്ട് പോണം. ശരിക്കും നമ്മളെ പഠിക്കുന്ന കടയിൽ റബ്ബറിന്റെ അപ്പുറം കാണുന്നത് ഇങ്ങനെ നീളത്തിൽ ആ നീല ടാർപ്പായ കാണാത്ത റോഡാണ്. അവിടെ പോയി നിന്നാ മതി. പക്ഷെ ഓന്റെ ഫ്രണ്ട്സുകളപ്പം അവിടെ മൂലൊക്കെ പോയി കൂടെ എത്ര പറഞ്ഞാലും കേൾക്കൂല. അപ്പൊ എന്നാ പോയിക്കോട്ടെ വിചാരിക്കും ഞങ്ങൾ കേട്ടോ. ഓന്റെ ഇഷ്ടല്ലേ. അങ്ങനെ ബാഗൊക്കെ താങ്ങിയോ പോവാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം. ഒക്കെ ചോറും എല്ലാം ആക്കിയിട്ടുണ്ട്. ഇന്ന് പിന്നെ 3:30 വരെ ഉള്ളൂ സ്കൂളിൽ നിന്നൊക്കെ പറയുന്നുണ്ട്. എന്താന്നറിയില്ല. അപ്പൊ അങ്ങനെ പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് അപ്പൂസിന്റെ മരുന്ന് പാണ്ടിക്കാട്ട് നിന്നാട്ടോ, ഹോമിയോ മരുന്നാണ്. പോലെ അപ്പൂസിനെ കൊണ്ട് കാര്യണ്ട് പോലെ. അപ്പൂസിന് ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കേ. അപ്പൊ നമ്മള് 100K ആയാല് അപ്പൂസിന്റെ സ്കൂളിലെ അപ്പൂസിനും കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നതാണ്, പണ്ട് മുതലേ ഒപ്പം ഉണ്ട്. അപ്പൊ ഓരൊക്കെ പറയും അർജുനെ 100K ആയാലും ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ കേക്കൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ അത് കൊണ്ടുപോയി എല്ലാവർക്കും തികയൂല്ല. എത്ര വെച്ചിട്ട് നമ്മള് കേക്ക് കൊടുക്കുക. പിന്നെ സ്കൂളിലേക്ക് എന്നൊക്കെ പറഞ്ഞാല് കേക്ക് കൊടുക്കുമ്പോ അത് കട്ട് ചെയ്യാനും കുട്ടിയെ കഴിക്കാനും ക്ലാസ് ടൈം ചിലപ്പോ ബുദ്ധിമുട്ട് വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നാ കേക്ക് വേണ്ട. ഇനി തികയാത്ത പ്രശ്നം വന്നാല് അതും ബുദ്ധിമുട്ടല്ലേ. പിന്നെ ടീച്ചേഴ്സും എല്ലാരും ഇല്ലേ. അപ്പൊ എല്ലാം കൊണ്ടും എന്നാ കേക്ക് മാറ്റിയിട്ട് ഇപ്പൊ അപ്പൂസിന് ഒരു ഫുട്ബോൾ ആണ് കൊടുക്കുന്നത്. കാണിച്ചെടുക്ക് എടുക്ക്. കണ്ടോ, ബാഗില് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടായിട്ടുണ്ട് ബാഗ്. അപ്പൂസേ അപ്പൊ കാണിച്ചു കൊടുക്ക്. അപ്പൂസിന്റെ ഇതാട്ടോ അപ്പൂസിന്റെ ഗിഫ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്ത ശരിക്ക്. അപ്പൊ നിവ്യേന്റെ ഒരു അടിപൊളി പന്തെടുത്തേക്കല്ലേ. കാണിച്ചു കൊടുക്ക്, പൊന്തിച്ച് കാണിച്ചു കൊടുക്ക്. അമ്മയല്ല, പൊന്തിച്ച് കാണിച്ചു കൊടുക്ക്. പൊക്ക് ഇതാർക്കൊക്കെയാണ് അപ്പൂസേ? ആരൊക്കെ കളിക്കാ അറിയില്ലേ? അപ്പൂസിന് ബേജാറുണ്ടോ എന്റെ ബസ് വരുമോന്ന്? ഒപ്പുള്ള ബസ്സൊക്കെ കണ്ടോ പോയി തുടങ്ങിട്ടോ. അപ്പൊ സമയാവണുള്ളൂ. അതാണ് ഓനെ അവിടെ ഇരുന്നിട്ട് കളിക്കാനേ. കുറച്ചേരം ക്യാരംസ് കളിക്കാനാണ് അവിടെ ബസ് കയറിനോട് തന്നെ ക്ലബില് കളിക്കാം. അവിടെ ബാഗിലുണ്ട്. മഴ ഉണ്ടപ്പോ സാരല്ല. കൊടേ ബുക്ക് നനയ്ക്കല്ലേ. നാളെ സ്കൂളിലല്ലോ അപ്പോ? ചെലപ്പോഴോ അടിയിലാണ്. അപ്പൊ അപ്പൂസിനെ കൊട നനഞ്ഞ വെക്കണമെങ്കിൽ ഒരു കവർ വേണ്ടേ? എന്നാ ഒരു ബൈ പറഞ്ഞിട്ട് പോ. ടാറ്റ കൊടുക്ക്. ടാറ്റ എല്ലാവർക്കും ടാറ്റ കൊടുക്ക്. ആ കിട്ടണില്ലേ? ഞാൻ എടുത്തേരാ എന്നാല്. ഉണ്ട് വെച്ചിട്ടുണ്ട് അടിയില്. ആ ഞാൻ എടുത്തോണ്ട്. അതൊക്കെ അവിടുന്ന് വെച്ചോന്നാല്. ഉണ്ട് നനയണ്ടേ, നനയുള്ള മഴ ഉണ്ട്. മേങ്ങക്കുന്ന റബ്മാവ് ചായയാണ് കേട്ടോ. റബ്മാവ് അപ്പൂസ് കുറച്ചേ തിന്നിട്ടുള്ളൂ. ചായക്കോടെ മധുരട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കുടിക്കട്ടെ. ഓന് ഛർദിക്കാൻ വരികയെന്ന് പറഞ്ഞിട്ട് കുടിച്ചില്ല. എന്താണ് നല്ലതല്ലേ? അല്ലെങ്കിൽ വട്ടപാത്രത്തിന്റെ കവർ കിട്ടാ മതി കേട്ടോ. നോക്കേ ഒരു ടാറ്റ എടുത്താ നേരല്ലല്ലോ. അപ്പൊ ഒരു ടാറ്റ. ആ സാറില്ല. ബാഗിൽ പന്ത് വെച്ച ബാഗ് നേരത്തെ ഇതാക്കുന്ന നനയ്ക്കല ബുക്ക് ഇല്ലേ?
കഴിക്കുന്നില്ലേ? അപ്പൊ അപ്പൂസ് പോയി. ഇനി നമ്മളെ പരിപാടി ആരംഭിക്കുകയായിട്ടോ. അപ്പൊ അങ്ങനെ നമ്മളെ അപ്പൂസ് സ്കൂളിൽ പോയി. ഏട്ടൻ വെട്ടി വന്നിട്ട് അങ്ങാടി വരെ പോയതാണ്. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്കാണ്. അപ്പൊ നമ്മളെ പണിക്കാരെ നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. നേരം 10 മണി 11 മണിയായി ഓർക്ക് വരാൻ വൈകിട്ട്. അപ്പൊ നമ്മള് കഞ്ഞിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചതാട്ടാ. കേട്ടാ കഞ്ഞി, ഉപ്പേരി, സമ്മന്തിയാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് സമ്മന്തി എന്നാട്ടോ പറയാ. അപ്പൊ ചില സ്ഥലത്തേക്കൊക്കെ ചമ്മന്തി എന്നാണ് പറയാ. അപ്പൊ കമന്റിൽ വന്നിരുന്നു കേട്ടോ, ചമ്മന്തി ആണ് പറയാന്ന് കേട്ടോ. അപ്പൊ ഓരോ നാട്ടിലേക്ക് ഓരോരോ ഭാഷയല്ലേ. നമ്മളെ ഭാഷ നമ്മൾ പറഞ്ഞോളൂ കേട്ടോ. പിന്നെ കുമ്മള് എന്ന് പറയട്ടോ. അതാണ് നമ്മളെ പഴയ പേര് കുമ്മള്. ഗ്യാസ് സാമ്പാറും കേട്ടോ. പരിപ്പും കഷ്ണക്കരൊക്കെ അടുപ്പൊക്കെ വെച്ചതാണ്. പിന്നെ ഇതാ പപ്പടം ഇവിടെ കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ അതൊക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മളെ പണിക്കാര് വന്ന് കഞ്ഞുടിച്ച് പോയിട്ടോ. അപ്പൊ കഞ്ഞുടിക്കുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാല് ഒരു കുപ്പായം ഒട്ടേതില്ല. നല്ല മഴ പെയ്തു കേട്ടോ. ഒരു വന്നപ്പോ തന്നെ നല്ല മഴ. പിന്നെ ഒരെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഓരോട് പോയേക്കില്ല, ഞങ്ങള് കഞ്ഞുടിച്ചു അങ്ങനെയൊക്കെ. പിന്നെ ഏട്ടനും ഇവിടെ എല്ലാം പറഞ്ഞില്ലേ, പോയിട്ട് ഇപ്പൊ കുറച്ച് നേരമായിട്ടുള്ളൂ കേട്ടോ വന്നിട്ട്. അപ്പൊ ഇനി കണ്ട ചോറൊക്കെ റെഡി ആക്കിട്ടോ. ഇപ്പൊ സമയം 2 മണിയൊക്കെ ആനായില്ലേ. അപ്പൊ നമ്മള് പടവിന്റെ പണി തീർത്തിട്ടോ. തീർന്നൊന്ന്. അപ്പൊ ചോറ് കൊടുക്കാനുള്ള ശ്രമമാണ്. അപ്പൊ ഒരു കൈ നിറക്കെ കഴുകി അവിടുന്ന് വരുന്നുണ്ട്. അപ്പൊ ചോറൊക്കെ ആക്കി വെച്ചാല് നേരെ ചോറൊക്കെ കൊടുക്കാലോ. അപ്പൊ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാ, നമുക്ക് നോമ്പായത് കാരണം നമുക്ക് ചിക്കൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. നമ്മള് എല്ലാ പണിക്കാരും ചെറിയ പരിപാടി പൂജയാണ്. അപ്പൊ അത് കാരണം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ചെറിയ പാർസൽ കൊണ്ടിട്ടുണ്ട്. ഒരു 2 കൊടുക്കാൻ വേണ്ടിട്ടോ. 2 ആളുള്ളൂ. അപ്പൊ കണ്ടോ അവിടെ തൂക്കിട്ടിട്ട് അപ്പൊ കൊടുക്കുമ്പോ ഞാൻ ഇവിടെ സാമ്പാറും ഉപ്പേരി പപ്പടം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പുതിയ കുക്കറിന്ന് ഞാൻ ഉദ്ഘാടനം കഴിച്ചതാണ്. കേട്ടോ സാമ്പാറാണ് കേട്ടോ. സമ്മതിപ്പൊടിയോ? അല്ല, അത് ഞാന് മല്ലിയൊക്കെ വറുത്ത് വെച്ചതാണ്. അപ്പൊ കുറച്ച് സാമ്പാർ എടുക്കണ്ട. വേറെന്താ ഞാൻ കൊടുക്കട്ടെ. ഇത് സാമ്പാർ, പിന്നെതാ പപ്പടം, അപ്പൂസിന്റെ സ്കൂളിൽ ടീച്ചർ വിളിച്ചോ ഷിജി സമ്മാനം കൊടുത്തിട്ട്? അപ്പൂസിന്റെ വക നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞത് അപ്പൂസിന്റെ വക കുട്ടിയൊക്കെ പന്ത്. എല്ലാ കുട്ടികൾക്കും കളിക്കാലോ അല്ലേ. കളിക്കട്ടെ ഒരു സന്തോഷം. അതല്ലേ നമ്മളെ ചമ്മന്തി കഞ്ഞിക്ക് അരച്ച സമ്മന്തി ചെയ്യുന്നു. നാളികേരവും ഇഞ്ചി പച്ചമുളക് പിന്നെ അതേപോലെ സുർക്ക കൂട്ടിയ ചമ്മന്തി ഇട്ടാ. അപ്പൊ ഇതും കൂട്ടി കൊടുക്കാം. പിന്നെ ഉപ്പേരി ഉണ്ട് കേട്ടോ കുറച്ച്. നമുക്ക് പണിക്കിറങ്ങാനായി. നമുക്ക് അമ്പലത്തിൽ കുറെ പണിയുണ്ട്. കുറച്ച് സ്ഥലം വരെ പോവാണ്ട് ഒരുപാട് തിരക്കാണ്. ഇന്ന് ഫുള്ള് യാത്രയാണ്. അപ്പൂസിന്റെ മരുന്നാൻ പോണ കിട്ടി പറ്റിയില്ല. അവിടെ പാണ്ടിക്കാട് പോണട്ടോ. ഇത് ഉപ്പേരിയാണ്. കൈപ്പങ്ങയും കൂടി ഉപ്പേരിയാണ്. ചിക്കൻ കറി പാത്രത്തിലായിക്കളാ. അത് വരുമ്പോ ഒരിക്കൽ അപ്പം നമുക്കാക്കി പോരെ. വന്നോ സിമെന്റ് ബാക്കിയുണ്ട്. നമുക്ക് ഇവിടെ കൂടെ ഒന്ന് ശരിയാക്കണം. പൊട്ടി പൊളിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എടുക്കുന്ന ആളെ നാസറാക്കി കേട്ടോ. അപ്പൊ നമ്മളെ അവസ്ഥ കണ്ടില്ലേ കൈ ഇങ്ങനെ ഓരോ വിഷയങ്ങളാ. കയ്യിൽ ഇന്നലെ കാണിച്ചതേപോലെ തന്നെ കാല് സിമെന്റ് തട്ടാൻ പറ്റില്ല. ആകെ മുറിയാണല്ലോ, വേദനയാണ്. ഒന്നും പറ്റില്ല. ഈ കയ്യിന് ഫുള്ള് പ്രശ്നം. അപ്പൊ ചെറിയ ആടെ പൊടി പാറിട്ട് നമുക്ക് ആകെ അലർജി പ്രശ്നം വരികയാണ്. ഞാൻ എടുക്കണില്ല. അപ്പൊ നാസറാക്ക് സാധനം കൊണ്ടുകൊടുത്ത എടുത്ത എന്നാ അത് റെഡിയാക്കി അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ. പിന്നെന്താ പറയാ, ഈ രണ്ട് കാലും ഭയങ്കര വേദനാട്ടൊരു ഉഷാറില്ലാത്തത്. അതിന് മരുന്ന് കുടിച്ചിട്ട് സുഖമല്ല. അതിന് മരുന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ ശരിയായില്ല. സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനൊന്നും പറ്റില്ല. ഡോക്ടർ റെസ്റ്റ്, 2 ആളോടും റെസ്റ്റ് പറഞ്ഞാണ്. ഷിജിനോടും അമ്മേനോടും ഡോക്ടർ റെസ്റ്റ് പറഞ്ഞാണ് ഇറങ്ങാൻ പാടില്ല. ഷിജിക്ക് ഇതേമാതിരി സ്റ്റെപ്പ് കയറാൻ പാടില്ല. പിന്നെ ബാത്റൂമില് നല്ല യൂറോപ്യൻ അല്ലാതെ ചെയ്യാൻ പാടില്ല. എന്താ ചെയ്യാ. ചോറ് കൊടുത്തിട്ട് അത് തേച്ചിട്ട് കുറച്ചേരം റെസ്റ്റ് എടുത്ത് വിചാരിച്ച് നിൽക്കാണ്. ഇപ്പൊ പണിക്കാരട്ടെ നമുക്ക് ഒരു ഭക്ഷണം കൊടുക്കാം.
കഴിഞ്ഞു പണി. തീർന്നു പടവിട്ടോ നമ്മളെ അല്ലേ? ഓനെന്റെ വീട്ടിൽ നിന്ന് നമുക്ക് ഫോണിൽ കാണാം. പെണ്ണുങ്ങളുടെ ഏരിയ കാണില്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ ചിക്കൻ പാട്ട് അപ്പടേടും പാടിക്കോളെ. ഇജ്ജ് പാട്ടിടോ? എന്നൊരു പാട്ടടിക്കാം. അല്ലേ അത് ആൾക്കാർ കണ്ടോ? ഒരു പാട്ടിട്. നിങ്ങൾ പണിക്കുമ്പോഴൊക്കെ പാട്ടായിരുന്നു. എന്നൊരു പാട്ടിട് കേട്ടോ. എന്നാലും പാടിക്കോ രണ്ടുപേരും. നല്ല രസത്തിൽ പാടുന്നുണ്ട്. രണ്ടുപേരും പാട്ട് നമ്മളെ പഠിക്കാം. നമ്മൾക്ക് നമ്മളെ നാടൻ ശൈലി ഇതെല്ലാവർക്കും വേണ്ടി പഠിക്കാം. നാടൻ പാട്ട് ഏതായാലും മതി. നാടൻ പാട്ട് ഞങ്ങൾക്ക് നാടൻ പാട്ട് ഇഷ്ടമാണ്. പാടിക്കോ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള പിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്മല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ. അടിപൊളി. അത്രയൊക്കെ ഉണ്ടായില്ലേ സംഭവം? പാടാൻ പോയിട്ടല്ലേ? അപ്പൊ നമ്മളെ ഗായകന്റെ വീട് നടുവത്താണ് അല്ലേ? സൂപ്പർ കേട്ടോ. അടിപൊളി പാട്ടാണ്. അപ്പൊ എന്റെ പേര് പറഞ്ഞതില് ജയേഷ് നടുവത്ത്. അപ്പൊ നമ്മളെ ഗാനമേളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം. അപ്പൊ ഗാനമേളക്കൊക്കെ പാട്ടിടാൻ പോലുണ്ട്. ഞങ്ങള് പാടിച്ചു. അതാണ് നിങ്ങൾക്ക് നിശ്ചയുണ്ടല്ലേ? അപ്പൊ ഇനി വാർപ്പിൽ വരുമ്പോ നമുക്ക് അടിപൊളിയായിട്ട് പാടണം അല്ലേ? ഞാൻ വെള്ളം കൊണ്ടുവന്നപ്പോ അവിടുന്ന് പാട്ട് കേട്ടൊന്ന് മൂളിപ്പാട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല ഒരു ഇത് വരും. അടിപൊളി പാട്ടം. ഞാൻ തന്നെ ഇത് നോക്കി, ഞാൻ മോനെ മോത്തിയൊക്കെ നോക്കി ക്യാമറ കൊണ്ട്. അമ്മ നിങ്ങളെ കടത്തി വെട്ടിട്ടോ. അമ്മ വെറുതെ ഇങ്ങനെ പാടും. അതിനെന്താ അറിയോ, രണ്ടുപേരിങ്ങനെ പാടും. ആദ്യം പാടിയെന്ന് ഇപ്പൊ പിന്നെ ഞാനും കൂടി കൊടുക്കണ അടിച്ചോ. ചേട്ടനൊക്കെ പോയി, പണി കഴിഞ്ഞു പോയി. നമ്മളെ വീടിന്റെ പടവും കഴിഞ്ഞു അല്ലെ? എല്ലാരെയും പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാം നല്ല ഒക്കെ വേഗം വേഗം കഴിഞ്ഞു. ആദ്യം ഇന്റർവ്യൂ വാർപ്പ് കഴിഞ്ഞപ്പോ കഴിഞ്ഞ ശനിയാഴ്ചയാണ് നമുക്ക് എല്ലാരെയും പ്രാർത്ഥന ഉണ്ട് കേട്ടോ. പ്രത്യേകം പറയാണ്ട് പ്രത്യേകം പറയാനിനി വയ്യ. അപ്പൊ ഇനി അടുത്തത് നമുക്ക് പലകി അടിക്കണം. അങ്ങനെയൊക്കെ പരിപാടിന്റെ എല്ലാരെയും പ്രാർത്ഥനയോടൊക്കെ പെട്ടെന്ന് കഴിയും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പണിന്റെ സിമെന്റ് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. നമ്മളവിടെ ഒക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ്. ആകെ ശരിയാക്കാൻ നടക്കാൻ പറ്റില്ല, തുടയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ ഷീജി ഇന്ന് മോപ്പ് ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ ഉണ്ട്. ആ മോപ്പോട് തുടയ്ക്കാൻ പറ്റില്ലല്ലോ ഇത് കൂടെ? നന്നായിട്ട് തുടക്കാം. നന്നായിട്ട് തുടയ്ക്കാം. അല്ല ആ റൂമൊക്കെ തുടക്കാം. അല്ലെ റൂമുകളൊക്കെ തുടയ്ക്കാണ്ടേ. പക്ഷെ ഇവിടെ ഉള്ള അങ്ങനെയൊക്കെ അത് റെഡിയാക്കണം. നമുക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഫസ്റ്റ് ആ പണി നമ്മളെ ഞങ്ങളെ ചോറിനലൊക്കെ കഴിഞ്ഞ് നമ്മളെ നിലം നന്നാക്കാൻ പോവാണ്. നന്നാ മതി. നസ്രക്ക ഹായ്. അപ്പൊ ഇത് നമ്മളെ നസ്രാക്കയാണ് കേട്ടോ. നസ്രാക്കക്ക് ഇങ്ങനത്തെ പണിയൊക്കെ നല്ലോണം അറിയാത്ത അടിപൊളിയായിട്ട് ചെയ്തു തരും. വേണ്ടവർ മുൻകൂട്ടി ബുക്ക് ചെയ്യുക. നസ്രാക്ക വയറിങ്, പ്ലംബിങ് എന്തൊക്കെയാ എല്ലാം ഉണ്ട്. പിന്നെ എന്താ പറയാ, കൂലിക്കാരനും എങ്ങനെയാ നസ്രക്ക പറയാ? പെരുന്നാനും കൂലിക്കാരനൊക്കെ ഒന്നാണ്. അപ്പൊ നമ്മളെ സന്തോഷമായിട്ട് ഇവിടെ ഇല്ല കേട്ടോ. അപ്പൂസും ഇല്ല, ഒരു സ്ഥലം വരെ പോയതാണ്. അപ്പൊ ഒറ്റയ്ക്ക് എടുക്കണേ. ഇതൊക്കെ നമ്മൾ കൊണ്ട് കൊടുത്തു കേട്ടോ. സിമെന്റും
പിന്നെ ഇതൊക്കെ നമ്മളെ വീടിൻ്റെ ബാക്കിയുള്ള സിമെൻ്റൊക്കെ കൂട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങോട്ട് ബക്കറ്റിൽ കൊണ്ടുവച്ച് കൊടുത്തു. ഇനി ഇതിങ്ങനെ നിരത്തി സെറ്റാക്കുകയാണ്. അമ്മയാണ് എടുപ്പിക്കുന്ന ആൾ. കണ്ടോ ഇരിക്കുന്ന ഇരിപ്പ്. ഇവിടെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കി കൊടുത്തു. അങ്ങനെയൊക്കെ ഉണ്ട്, ഒഴിവാക്കി സെറ്റപ്പ് ആക്കി കൊടുത്തു. നിലം നന്നാവണ്ടേ. പിന്നെ എന്താന്ന് പണിയൊക്കെ നേരത്തെ കഴിഞ്ഞ് പോയി. അപ്പൊ തുടങ്ങിയതാണ്. അപ്പൊ പണിക്കാര് നേരത്തെ പണി ഇനി പോയി. ഒരുച്ചക്കേ പോയത് കാരണേ ഇപ്പൊ സമയം കണ്ട 5:30 കഴിഞ്ഞിട്ട് കേട്ടോ. 5:30 കഴിഞ്ഞു. ചായ ഒക്കെ ആദ്യം കൊടുത്തിട്ടുണ്ട് പണിക്കാരനെ. പണിക്കാരന് ചായ കിട്ടിയില്ല എന്നാണ് പരാതി ട്ടാ. അപ്പൊ ആദ്യം ചായമേലാണ് തുടക്കം കുറിച്ചത്. ചായ എടുത്തിട്ടാണ് പണി തുടങ്ങിയത്. അതന്നെ, എന്നും കടി ഉണ്ടാവില്ല, ഒന്നും കടിയില്ല. അയ്യോ, അപ്പം ഞങ്ങൾക്ക് ഇനി കുറേ പണികളുണ്ട് കേട്ടോ. വെള്ളം നിറയ്ക്കാനുണ്ട്, വിറകെടുത്തേക്കാനുണ്ട്, പാത്രം കഴുകാനുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വിശേഷം നിർത്തുകയാണ്. നാളെ നമുക്ക് ഇനി ഒരു പുതിയ വിശേഷമായിട്ട് കാണാം കേട്ടോ. അമ്മ ബൈ. നാസ്രക്ക ബൈ.